ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറേ പേര് ചോദിച്ചു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമോ എന്ന്. അപ്പോൾ പലപ്പോഴും ചെയ്യണമെന്ന് വിചാരിച്ച് ഫസ്റ്റ് രാവിലത്തെ കുറച്ച് ഭാഗങ്ങൾ എടുത്തു വയ്ക്കും. പിന്നീട് വീഡിയോ ഇടാൻ ശരിക്കും മടിയാണ് കേട്ടോ. കുഞ്ഞുള്ളതുകൊണ്ട് ഭയങ്കര മടി തോന്നും. പിന്നെ ഇന്ന് ഭയങ്കര ബോറിംഗ് ആയിട്ടൊരു ഡേ ആണ്. രാവിലെ എണീറ്റത് തന്നെ വളരെ ലേറ്റായിട്ടാണ്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ദോശയും സാമ്പാറും പുഴുങ്ങിയ മുട്ടയും പിന്നെ കട്ടൻ ടീയൊക്കെ കുടിച്ച് വീണ്ടും 1 മണിക്കൂർ കിടന്നുറങ്ങി. അതിനുശേഷം ദൈപ്പം എണീറ്റിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞും ഇതാ എണീറ്റിട്ടുണ്ട്. ഇനി വീട്ടിലെ ജോലികൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ 11 മണിയായിട്ടുണ്ട് സമയം. അപ്പോൾ ഇന്നത്തെ ലേസി ഡേയിലെ വിശേഷങ്ങൾ നമുക്ക് ഒരുമിച്ച് കണ്ടാലോ. അപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഇതാ എണീറ്റ് കിടക്കുകയാണ് കേട്ടോ. അവളുടെ കുറേ പാവക്കുട്ടികളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെയൊക്കെ കളിച്ചും ചിരിച്ചുമൊക്കെ ഇതാ കിടക്കുകയാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ റൊട്ടീൻ എന്ന് പറയുന്നത് ചില ദിവസം രാവിലെ നേരത്തെ എണീക്കും, ചില ദിവസം ലേറ്റായിട്ട് എണീക്കും, പിന്നെ ചില ദിവസം രാവിലെ ഉറങ്ങാറില്ല, ചില ദിവസം രാവിലെ ഉറങ്ങും. ഇന്നത്തെ റൊട്ടീൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കുഞ്ഞിൻ്റെ കാര്യമായതുകൊണ്ട് കുഞ്ഞാണ് എൻ്റെ കാര്യം കൂടി തീരുമാനിക്കുന്നത്. അപ്പോൾ ഇന്ന് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കഞ്ഞി വയ്ക്കണം. ഇതുവരെ കഞ്ഞിക്ക് വെള്ളമിട്ടിട്ടില്ല. അപ്പോൾ കുക്കറിലാണ് ഞാൻ കഞ്ഞി വയ്ക്കാറ്. അപ്പോൾ ആദ്യം നമുക്ക് കഞ്ഞി വയ്ക്കാം. പിന്നെ മീൻ ഞാൻ ഇന്നലെ കഴുകി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകിട്ട് കുഞ്ഞിറങ്ങിയ സമയം നോക്കി ഫിഷ്, ഇത് അയലയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ ഇനി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി മീൻ വെച്ചാൽ മതിയാകും. പിന്നെ രാവിലെ സാമ്പാറിന് കാപ്പിക്ക് സാമ്പാറായിരുന്നു, ദോശയും സാമ്പാറായിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഇന്നിനി കറികളൊന്നും വയ്ക്കുന്നില്ല. എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒരു പച്ചക്കറിയും പിന്നെ ഒരു മീനുമാണ് എല്ലാം വയ്ക്കാറില്ല. അപ്പോൾ പച്ചക്കറിയായിട്ട് സാമ്പാറുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും വയ്ക്കുന്നില്ല. പിന്നെ പാത്രങ്ങളൊക്കെ നിറയെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ കഴുകി വെച്ചു. അല്ലെങ്കിൽ എനിക്ക് ഒരുമാതിരിയാണ് പാത്രങ്ങളൊക്കെ ഒരുപാട് കിടക്കുമ്പോഴത്തേക്കും. പിന്നെ അടുത്ത ജോലിയൊന്നും ചെയ്യാൻ ഒരു എന്തോ പോലെയാണ്. അതുകൊണ്ട് കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു. ആ പാത്രങ്ങളൊക്കെയാണ് കഴുകി വയ്ക്കുന്നത്. പിന്നെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. കുറേ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിന്നെയാണ് അടുത്ത ജോലി ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആദ്യം പാത്രമൊക്കെ കഴുകി ഒതുക്കിയതിന് ശേഷമാണ് ജോലിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു. അപ്പോൾ ഇതാ രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി. അപ്പോൾ നമുക്ക് സാമ്പാർ കുക്കറിൽ വെച്ച പാടെ അതുപോലെ ഇരിക്കുകയാണ്. ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ടാക്കണം. പിന്നെ അതിനുശേഷം ഇതിൽ വേണം നമുക്ക് അരി ഇടാനായിട്ട്. ഇത് കുടിക്കാനുള്ള വെള്ളം ഇന്നലെ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ ജഗ്ഗിൽ ഒഴിച്ച് വെക്കുവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വന്ന് എടുത്ത് കുടിക്കാം. അപ്പോൾ അടുത്ത് തീരുമ്പോൾ വീണ്ടും ചൂടാക്കി ജഗ്ഗിൽ ഒഴിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ കഞ്ഞിക്ക് അരി ഇടാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുമ്പ് കുക്കറിൽ സാമ്പാർ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് കുക്കർ നന്നായിട്ട് കഴുകിയെടുത്തു. പിന്നെ ഞാനിന്ന് കഞ്ഞിക്ക് സീവോ അരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് റേഷൻ അരി ഇഷ്ടമാണ്. റേഷൻ അരിയും യൂസ് ചെയ്യാറുണ്ട്. വാവക്കിട്ടി മക്കൾ ഒറ്റയ്ക്ക് കിടക്കണ വാവേ. ഇത് മീൻ കറി വെക്കാനായിട്ട് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതൊക്കെ അരിഞ്ഞ് വെച്ചു. പെട്ടെന്ന് തന്നെ മീൻ കറിയാക്കി. മീൻ കറി വെച്ച റെസിപ്പിയൊന്നും എടുത്തില്ല. ഇന്ന് കുടംപുളി ഇട്ടാണ് മീൻ കറി വെച്ചത്. ചോറും അതുപോലെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കുഞ്ഞിനെ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കി കുഞ്ഞിനെ കുളിപ്പിച്ചു. മിക്കപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് 1 മണി 2 മണി ഇതിനകത്ത് കുഞ്ഞിനെ എന്നും കുളിപ്പിക്കാറുണ്ട്. ഇപ്പോൾ എന്തായാലും ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കുന്നത്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പച്ചവെള്ളത്തിൽ കുളിപ്പിക്കാൻ തുടങ്ങണം. പിന്നെ അതിനുശേഷം അവളെ കുളിപ്പിച്ച് കരിയും പൊട്ടുമൊക്കെ വരയ്ക്കാമെന്ന് കരുതി. പക്ഷേ അവൾ ഉറങ്ങിയില്ല. പിന്നെ അവളെ കുറച്ച് നേരം അവിടെ കിടത്തിയതിന് ശേഷം പിന്നെ തുണി നനയ്ക്കാനായിട്ട് ഇട്ടു. തുണി ഒരുപാടുണ്ടായിരുന്നു. കുറേ ദിവസത്തെ തുണി കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടതിന് ശേഷം പിന്നെ ഉടനെ ഞാൻ ചോറ് കഴിക്കാനായിട്ടിരുന്നു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ കാപ്പി കുടിച്ചതിന് ശേഷം പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യലെന്ന് കമൻറ്റ് ചെയ്യുക. ഇന്ന് എനിക്കിവിടെ അയലക്കറിയും മുളകിട്ടതാണേ, പിന്നെ പപ്പടവും പിന്നെ മുട്ട ചിക്കി പൊരിച്ചതും സാമ്പാറുമാണ്. അപ്പോൾ ഞാൻ 2 മണിയായിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കഴിക്കട്ടെ.
നല്ല വിശപ്പും കൂടെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു. അതിനുശേഷം കുളിച്ചു കേട്ടോ. പിന്നെ ഇനി ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്, അത് വിരിക്കണം. പിന്നെ അതിനുശേഷം പിന്നെ കുറച്ച് നേരം കിടക്കും. പിന്നെ മുറ്റം അടിച്ച് വാരണം, അത് വൈകിട്ടായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ. അപ്പോഴേക്കും രാവിലെ കഴുകിയ തുണികളെല്ലാം കറക്റ്റ് സ്പിൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി അത് എടുത്ത് വിരിക്കണം, അതും ഒരു വലിയൊരു ജോലിയാണ്. അപ്പോൾ ഞാൻ എല്ലാം വിരിച്ചിട്ടു. ബാക്കിൽ അയയുണ്ട്, അപ്പോൾ അയയിലാണ് വിരിക്കാറ്. എന്തായാലും സ്പിൻ ചെയ്ത് കിട്ടുന്നത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ ഞാൻ തുണികളെല്ലാം വിരിച്ചു. എന്തായാലും ഞാൻ ഒരു 3 ദിവസത്തിലൊരിക്കലൊക്കെയാണ് തുണി കഴുകാൻ ഇടാറ്. പിന്നെ അതിനുശേഷം കുഞ്ഞിനെ കുറച്ച് നേരം കളിപ്പിച്ചു. അപ്പോൾ കുഞ്ഞിനെ ഇടയ്ക്ക് കുറച്ചൊക്കെ കളിപ്പിച്ചില്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് തന്നെ ബോറടിക്കൂലേ. അപ്പോൾ ഇപ്പം 4 മണിയായിട്ടുണ്ട്. കുഞ്ഞിതുവരെ ഉറങ്ങിയില്ല കേട്ടോ. അപ്പോൾ കുഞ്ഞിതാ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഇനി ഞാൻ എന്തായാലും ഇപ്പം 4 മണിക്കൊന്നും അങ്ങനെ ചായ ഇട്ട് കുടിക്കില്ല, അങ്ങനെ പതിവൊന്നുമില്ല. കുറച്ച് എനിക്കിനി വർക്കൗട്ട് ചെയ്യണം, അത് കഴിഞ്ഞതിന് ശേഷം ചായ ഇട്ട് കുടിക്കണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അങ്ങനെ വൈകിട്ടായപ്പോഴാണ് കുഞ്ഞ് പിന്നെ ഒന്ന് ഉറങ്ങിയത്. ആ സമയത്ത് ഞാൻ എന്തായാലും കരിയും പൊട്ടുമൊക്കെ വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കരി വരയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വരയ്ക്കാറൊന്നുമില്ല, ചില ദിവസം വരയ്ക്കണമെന്ന് എനിക്കൊരിത് തോന്നുമല്ലോ. അങ്ങനെ പിന്നെ അവൾ ഉറങ്ങുവാണെങ്കിൽ ഞാൻ വരച്ചു കൊടുക്കും. അങ്ങനെ കരിയും പൊട്ടുമൊക്കെ തൊട്ടു. എനിക്ക് എന്തായാലും കരിയൊക്കെ വരച്ചു കൊടുക്കുന്നത് തന്നെയാണ് ഇഷ്ടം, അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ എൻ്റെ വർക്കൗട്ട് പ്ലേസ് എന്ന് പറയുന്നത് ഈ റൂമാണ്. അപ്പോൾ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും എന്ത് വർക്കൗട്ടെന്ന്. ഞാൻ സുംബയാണ് ചെയ്യുന്നത്. ഈ ടി വിയിൽ സുംബ പ്ലേ ചെയ്തിട്ട് ഞാനൊന്ന് നോക്കി കളിക്കും, അത്രയാണ്. ഇപ്പം കുറച്ച് ദിവസമായതേ ഉള്ളൂ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വെയിറ്റ് അങ്ങോട്ട് ഒട്ടും കുറയുന്നില്ല, കാരണം ഫുഡ് കൺട്രോൾ ചെയ്താലേ കുറയത്തുള്ളൂ. ഞാൻ എന്തായാലും ഫുഡ് അങ്ങനെ കൺട്രോൾ ചെയ്യുന്നില്ല, എന്നാലും നമുക്ക് ശരീരത്തിനൊരു നല്ലതല്ലേ, അതുകൊണ്ട് ഇപ്പോൾ കണ്ടിന്യൂസ് സുംബ ചെയ്യുന്നുണ്ട്. ഞാൻ സുംബ വർക്കൗട്ട് ചെയ്യുന്നത് ഇതേ ഈ ചാനൽ നോക്കിയാണ്. എന്തോന്ന് ഡാൻസ് വിത്ത് ദീപ്തി എന്നൊരു ചാനലാണിത്. അപ്പോൾ ഇതിലെ ഡാൻസുകളെല്ലാം അടിപൊളിയാണ് കേട്ടോ. സുംബ ഡാൻസുകൾ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ട്, ബിഗിനേഴ്സിനുള്ളതുണ്ട്. അപ്പോൾ ഇത് നോക്കിയാണ് ഞാൻ ചെയ്യുന്നത്, അപ്പോൾ അടിപൊളിയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എക്സസൈസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 30 മിനിറ്റ് സുംബ വർക്കൗട്ട് ചെയ്തു. ഇപ്പം പ്രസവിച്ച് 3 മാസം ആയതുകൊണ്ട് ഇനി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കഠിനമായിട്ട് ചെയ്യാനൊന്നും പാടില്ല, അതുകൊണ്ട് സുംബയിലെ കുറച്ച് എക്സസൈസാണ് ചെയ്യുന്നത്. പിന്നെ 6 മന്തൊക്കെ കഴിഞ്ഞിട്ട് ജിമ്മിൽ പോയി വണ്ണം കുറയ്ക്കുക. ഇപ്പം പറ്റുന്നത് പോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുറ്റവും കൂടെ അടിച്ചിട്ടിട്ട് ഒന്ന് ദേഹം കഴുകാം. ഇതെല്ലാം കഴിഞ്ഞ് വൈകിട്ട് മുറ്റമടിക്കാൻ ഇറങ്ങി. മുറ്റമടിക്കുന്നത് ഡെയിലി ഉള്ളൊരു റൊട്ടീനാണ്. ഞാൻ ബാക്ക് വശം തൂത്തില്ല എങ്കിലും ഫ്രണ്ട് എന്നും തൂക്കാറുണ്ട്. ഫ്രണ്ട് മുറ്റം തൂത്തില്ലെങ്കിൽ എന്തോ പോലെയാണ്, അപ്പോൾ ഫ്രണ്ട് എന്നും ഞാൻ തൂക്കും. ഡെയിലി റൊട്ടീനാണ്. മുറ്റമടിച്ചതിന് ശേഷം ചെടിക്ക് വെള്ളം ഒഴിക്കും. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നല്ല ലേറ്റാവും. എന്തായാലും ഞാൻ രാവിലെ ഇന്നും തൂക്കാറില്ല, വൈകിട്ട് തന്നെയാണ് തൂക്കാറ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് മുറ്റം. അതിനുശേഷം ഇവിടെ സൈഡിലായിട്ട് കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇനിയും ഒരുപാട് ക്ലീനാക്കാനൊക്കെ ഉണ്ട്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരുപാട് ക്ലീനാക്കാനൊക്കെ ഉണ്ട്. നേരത്തെ ഒരുപാട് ചെടികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം പോയി. പിന്നെ ഇത് വീണ്ടും ഇപ്പോൾ വന്നതിന് ശേഷം വച്ച് പിടിപ്പിച്ച ചെടികളാണ്. വീട്ടിൽ നിന്ന് അമ്മ കൊണ്ടുവന്ന് നട്ട് തന്നതാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ വെള്ളമൊക്കെ അടിച്ചു. അപ്പോൾ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. ഇനി റെസ്റ്റ് എടുക്കണം. നല്ല വെള്ളദാഹമായിരുന്നു ജോലിയൊക്കെ ചെയ്തിട്ട് വന്നതിന് ശേഷം. പിന്നെ എന്തായാലും വെള്ളമൊക്കെ കുടിച്ച് ഇനി ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും കുറച്ച് നേരം കിടന്നിട്ട് ഫ്രഷ് ആവട്ടെ.
ഇപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ജപമാല പറയും. ജപമാല പറഞ്ഞ് ബൈബിളും വായിക്കും. ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്ന് പറയും. പിന്നെ ഇവിടെ പ്രെയർ റൂമുണ്ട്. പിന്നെ ചില ദിവസങ്ങളിലൊക്കെ കുഞ്ഞ് ബഹളമാണെങ്കിൽ ഞാൻ റൂമിലിരുന്ന് തന്നെ ജപമാല ഇങ്ങനെ മനസ്സിൽ പറയും. അല്ലാതെ എനിക്ക് പറയാനുള്ള പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ലൊരു അന്തരീക്ഷമൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നിരുന്ന് ജപമാല പറയും. അപ്പോൾ ഇപ്പോൾ ഹസ് വിളിച്ചിട്ട് പറഞ്ഞു ഹസ് ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു ജോലി കഴിഞ്ഞിട്ട്. എല്ലാ ദിവസവും വരത്തില്ല. അപ്പോൾ ഇനി ഹസ്സിന് കുക്കറിൽ പ്രത്യേകം ചോറ് വയ്ക്കുന്നുണ്ട്. പിന്നെ മീൻ വേണമെന്ന് പറഞ്ഞു. പിന്നെ ഈ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയും പിന്നെ ചാള മീൻ പൊരിച്ചു കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതും കൂടി ചെയ്താലേ ഇന്നത്തെ ജോലി ഒരുങ്ങുള്ളൂ. കഞ്ഞി ഇവിടെ ആകുന്നുണ്ട്. അപ്പോൾ ഹസ്സിന് വേണ്ടി ഒരു വറുത്ത മീനും പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഹസ് ഇതുവരെ വന്നില്ല. വന്നതിന് ശേഷം എന്തെങ്കിലും കഴിക്കണം. ഞാനാണെങ്കിൽ ലൈറ്റായിട്ട് 2 പഴമൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഹസ് വന്നിട്ട് ഒരുമിച്ച് കഴിക്കണം. പിന്നെ കിടന്നുറങ്ങും. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഇത് ഹസ് വന്നിട്ടുണ്ട്. ഏകദേശം 8:30-9 മണി അടുപ്പിച്ചൊക്കെ ആയി കേട്ടോ ഹസ് വരാനായിട്ട്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം കുറേ നേരം കുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ടൈമാണിത്. പിന്നെ അതിനുശേഷം പിന്നെ ഉറങ്ങും. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കുഞ്ഞായതിന് ശേഷം എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു 3 മാസം 2.5 മാസം വരെ എൻ്റെ വീട്ടിൽ റെസ്റ്റായിരുന്നു. പിന്നെ അതിനുശേഷം 3 മാസമായപ്പോൾ ഇവിടെ വന്നു. പിന്നെ ഞാൻ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഇപ്പോൾ സമയം പോകാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ വഴിയില്ല. പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് വരെ ഞാൻ ഡാൻസൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പം വേറെ വഴിയില്ല. പിന്നെ വീട്ടിലൊക്കെ പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുഞ്ഞിനെ കുറച്ച് പ്രായമാകുന്നത് വരെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ അവസ്ഥ. പിന്നെ ഹസ്ബൻഡ് വരുന്ന ദിവസം പുറത്തൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡെയിലി റൊട്ടീൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബൈ.